ഇന്ത്യൻ നിയമചരിത്രത്തിൽ അത്യപൂർവമായ ഒരു വിധി പ്രസ്താവം തമിഴ്നാട്ടിലെ മധുര കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. 2020 ലോക്ക്ഡൌൺ കോവിഡ് സമയത്ത് രാജ്യം മുഴുവൻ നടുങ്ങിയ ആ വാർത്ത നാം ആരും മറന്നിട്ടുണ്ടാകില്ല. സാത്താൻകുളത്തെ മൊബൈൽ ഷോപ്പ് ഉടമ ജയരാജും മകൻ ബെനിക്സും പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട കേസ്. ആ ക്രൂരതയ്ക്ക് 4 വർഷങ്ങൾക്ക് ശേഷം നീതി നടപ്പിലായിരിക്കുന്നു. പ്രതികളായ 9 പോലീസുകാർക്കും വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 2020 ജൂൺ മാസം കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ച് കട തുറന്നു എന്നാരോപിച്ചാണ് തമിഴ്നാട് തൂത്തുക്കുടിയിലെ സാത്താൻകുളം പോലീസ് ജയരാജനെയും മകൻ ബെനിക്സിനെയും കസ്റ്റഡിയിലെടുത്തത്. വെറുമൊരു നിസ്സാര ആരോപണത്തിന്റെ പേരിൽ അവരെ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. എന്നാൽ പിന്നീട് അവിടെ നടന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരതകളായിരുന്നു. സ്റ്റേഷനുള്ളിൽ വെച്ച് രാത്രി മുഴുവൻ ഈ അച്ഛനെയും മകനെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. ബെനിക്സ് ജൂൺ 22-നും ജയരാജ് ജൂൺ 23-നും ആശുപത്രിയിൽ വച്ച് മരണത്തിന് കീഴടങ്ങി. അച്ഛനെയും മകനെയും വിവസ്ത്രരാക്കി അതിക്രൂരമായി ആക്രമിച്ചു. ഇത് വായിക്കുമ്പോൾ തന്നെ ഹൃദയം നടങ്ങുന്നു. വിധി പ്രസ്താവിക്കെ കോടതി പറഞ്ഞ വാക്കുകളാണിത്. ഈ കേസിലെ ഏറ്റവും ഭീകരമായ വശം എന്തെന്ന് വെച്ചാൽ നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ നിയമം കയ്യിലെടുത്തു എന്നതാണ്. CBI നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ലോക്ക്ഡൌൺ നിയമം ലംഘിച്ചു എന്നത് പോലീസുകാർ കെട്ടിച്ചമച്ച കഥയായിരുന്നു. തങ്ങളെ ചോദ്യം ചെയ്തു എന്ന ദേഷ്യത്തിൽ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. തന്റെ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന രക്തം പോലും ബെനിക്സിനെ കൊണ്ട് പോലീസ് തുടപ്പിച്ചു എന്ന് CBI റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മധുരയിലെ വിചാരണ കോടതി ഈ കേസിനെ അപൂർവങ്ങളിൽ അപൂർവം എന്നാണ് വിശേഷിപ്പിച്ചത്. സമൂഹത്തിന്റെ മനസ്സാക്ഷിയെ പിടിച്ചുലച്ച ഒന്നാണ് ഈ കുറ്റകൃത്യമെന്ന് ജഡ്ജി നിരീക്ഷിച്ചു. സാധാരണ പൗരന്മാരാണ് ഈ കുറ്റം ചെയ്തതെങ്കിൽ സാധാരണ ശിക്ഷ നൽകാമായിരുന്നു. എന്നാൽ നിയമപാലകരായ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കുറ്റവാളികളാകുമ്പോൾ അത് മാപ്പർഹിക്കാത്ത തെറ്റാണെന്ന് കോടതി അടിവരയിട്ടു. ഇൻസ്പെക്ടർ ശ്രീധർ, സബ് ഇൻസ്പെക്ടർമാരെ ബാലകൃഷ്ണൻ, രഘു ഗണേഷ് എന്നിവടക്കം 9 പേർക്കാണ് കോടതി വധശിക്ഷ വിധിച്ചത്. കൂടാതെ 1.40 കോടി രൂപ ഇരകളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകാനും ഉത്തരവിട്ടു. ജയരാജിന്റെയും ബെനിക്സിന്റെയും കുടുംബം നടത്തിയ നിയമപോരാട്ടം ചെറുതല്ല. തമിഴ്നാട്ടിലെ ജനങ്ങളും മാധ്യമങ്ങളും ഒരുപോലെ ഈ കേസിനായി ശബ്ദമുയർത്തി. കേസ് അന്വേഷണത്തിന് ഹൈക്കോടതി നേരിട്ട് ഇടപെടുകയും അന്വേഷണം CBIക്ക് കൈമാറുകയും ചെയ്തു. 100-ലധികം സാക്ഷികളെ വിസ്തരിച്ചു. കൃത്യമായ തെളിവുകൾ ശേഖരിച്ചു. സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ വിധി ഒട്ടും ഭയപ്പെടുത്തേണ്ടതില്ലെന്നും എന്നാൽ അധികാര ദുർവിനിയോഗം നടത്തുന്നവർക്ക് ഇതൊരു താക്കീതാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. വൈകിയാണെങ്കിലും ലഭിച്ച ഈ നീതി നിയമവ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നു. ലാത്തിയും യൂണിഫോമും പീഡിപ്പിക്കാനുള്ള ലൈസൻസ് അല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു.